നമസ്കാരം. നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തെ വല്ലാണ്ട് പിടിച്ചു കൊലുക്കുന്ന ഒരു യുവജന സംഘടനകളുടെ അല്ലെങ്കിൽ യുവജന കൂട്ടായ്മയുടെ സമരമാണ് ഇന്ന് തലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ഏകദേശം 24-26 ദിവസത്തോളം നടന്ന സോനം വാങ്ചുങ്ങിൻ്റെ നിരാഹാര സമരം നടക്കുന്നു. അതിന് പിന്നീട് BJP പല നേതാക്കന്മാരും മുൻകൈയെടുത്തുകൊണ്ട് JP നദ്ദയും പോലത്തെ പല കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിയുടെ ഡയറക്റ്റ് ഓഫീസ് നടക്കമുള്ള ആളുകൾ പോയിട്ട് എന്തായാലും ഈ പറഞ്ഞ പോലെ സോനം വാങ്ചുങ്ങിൻ്റെ നിരാഹാര സമരം ഒരു പരിധിവരെ അവസാനിപ്പിക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നു. പക്ഷേ എന്നാലും ഈ പറഞ്ഞ പോലെ CJP നേതാക്കന്മാർ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി കാണാണ്ട് സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പറയുന്നു. ഇന്നലെ അപ്രതീക്ഷമായി ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും പിന്നീട് ഇന്ത്യ സഖ്യ നേതാക്കന്മാരും സമരപന്തലിലെത്തുന്നു. ആദ്യം ഈ പറഞ്ഞ പോലെ വലിയ തരത്തിലുള്ള ഇൻ്റലിജൻസിൻ്റെ വീഴ്ച പറ്റിയെന്ന് പിന്നീട് പ്രധാനമന്ത്രിയുടെ അടക്കമുള്ള പല നേതാക്കന്മാർ സമ്മതിച്ച ഒരു സംഭവമായിരുന്നു. പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുമ്പിൽ ഈ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി സമരം ചെയ്യുന്നു. അത് വലിയ തരത്തിലുള്ള പ്രക്ഷോഭത്തിലൂടെ പോകുന്നു. ഇന്നലെ പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്ത്യ മുന്നണിയുടെ പല നേതാക്കന്മാരും എത്തുന്നു. ഏറ്റവും അവസാനമായി ബന്ധപ്പെട്ട CJP നേതാക്കന്മാരെ ചർച്ചയ്ക്ക് വേണ്ടി വിളിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. ലോക്സഭയിൽ ഈ പറഞ്ഞ പോലെ ഓം ബിർളയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും കിരൺ റിജ്ജു അടക്കമുള്ള പല നേതാക്കന്മാരും പറഞ്ഞത് ചർച്ചയ്ക്ക് ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്, ഞങ്ങൾ പലവട്ടം ഈ സാധനം പറഞ്ഞതാണ്, പക്ഷേ പ്രതിപക്ഷമാണ് അതിന് തയ്യാറാവാത്തത്. ചർച്ചയ്ക്ക് ഞങ്ങൾ എപ്പോഴും തയ്യാറാണ് അവർ പലവട്ടം പറയുന്നു. പക്ഷേ പ്രതിപക്ഷം പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയിൽ കവിഞ്ഞ് മറ്റൊരു ചർച്ചയ്ക്ക് ഞങ്ങൾ ആദ്യം രാജിവെക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ ചർച്ചയ്ക്കുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് CJP നേതാക്കന്മാർ ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വരുന്നു. അദ്ദേഹം അവർ നേരിട്ട് പോയിരുന്നു, സംസാരിക്കുന്നു. ഏകദേശം 3ഓളം കാര്യങ്ങളിൽ 2 കേന്ദ്ര സർക്കാർ അംഗീകരിക്കാമെന്ന് പറയുന്നു. 3ാമതൊരു കാര്യം മാത്രമേ അവർ അംഗീകരിക്കാത്തുള്ളൂ. അപ്പം എന്താണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ രാജ്യ തലസ്ഥാനത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഫവാസെ, ഇവിടെ ഈ ഫവാസ് പറഞ്ഞതുപോലെ ഈ 10-26 ദിവസമായിട്ട് തുടരുന്നൊരു സമരം, ആ നിരാഹാര സമരം വാങ്ചുങ്ങിൻ്റെ അവരത് ഏതാണ്ട് ഒരു ധാരണയിലെത്തിച്ചു. വാങ്ചുങ് ആദ്യം പറഞ്ഞിരുന്ന ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് നമുക്ക് പോരാട്ടമല്ലല്ലോ ജയിക്കേണ്ടത്, കുട്ടികളുടെ അതിജീവനമാണ് പ്രശ്നം, അവരുടെ ഭാവിയാണ്. അതുകൊണ്ട് തീർച്ചയായും ഞാൻ ഈ നിരാഹാരം പിൻവലിക്കുന്നത് അഭിജിത്ത് ദീപകിൻ്റെ ഒരു അഭ്യർത്ഥന കൂടി മാനിച്ചത് കൊണ്ട് തന്നെയാണ്. മാത്രമല്ല, കുട്ടികൾക്ക് ഇതുവരെ കുട്ടികൾ സമരം ചെയ്തതിനെതിരായി എടുത്ത കേസുകളൊക്കെ പിൻവലിക്കുക, FIR ഇട്ട കേസുകളെ പിൻവലിക്കാം എന്ന് അവർ തത്വത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ കുട്ടികൾക്ക് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ആ ക്രമക്കേടിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്ത കുട്ടികൾ ഏതാണ്ട് 20ഓളം കുട്ടികളുണ്ട്. അവരുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വെച്ച് നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ളതാണ് ഈ CJPയുടെ ആവശ്യമായിരുന്നത്. അതും ഏതാണ്ടൊക്കെ തത്വത്തിൽ അംഗീകരിച്ചു എന്നും തന്നെയാണ് വാങ്ചുങ് പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ ഈ CJPയുടെ വിദ്യാർത്ഥി അവരുടെ പ്രതിനിധികൾ നമ്മുടെ JP നദ്ദയും അതുപോലെ തന്നെ ജിതേന്ദ്ര സിംഗുമായിട്ട് ഔദ്യോഗികമായി തന്നെ ഒരു കൂടിക്കാഴ്ച നടത്തി. ഏതാണ്ട് 3 മണിക്കൂർ നേരം ചർച്ച നടത്തി. ഈ ചർച്ചയിൽ ഈ വിദ്യാർത്ഥികൾ മുന്നോട്ട് വച്ചത് 3 കാര്യങ്ങൾ തന്നെയാണ്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇതിലെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണം. ആ രാജിയിൽ കുറഞ്ഞ് മറ്റൊന്നിനും ഞങ്ങൾ സമവായത്തിനില്ല എന്നുള്ളത് അവർ പറയുന്നു. മറ്റ് 2 കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളും ഈ ആത്മഹത്യ ചെയ്ത കുട്ടികൾക്ക് 1 കോടി രൂപ വെച്ച് അവരുടെ വീട്ടുകാർക്ക് നഷ്ടപരിഹാരം കൊടുക്കുക. മറ്റൊന്ന്, ഈ കുട്ടികളുടെ പേരിലെല്ലാം എടുത്ത കേസുകൾ നിരുപാധികം അതെല്ലാം പിൻവലിക്കുക. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഈ നദ്ദയും ജിതേന്ദ്ര സിംഗും സംസാരിച്ച കൂട്ടത്തിലെ ഈ കുട്ടികൾ സൗരവ് ദാസും അതുപോലെ തന്നെ അശുതോഷ് റാങ്കിയുമാണ് പ്രതിനിധികളായി ചെന്ന് ചർച്ച ചെയ്തത്. അപ്പോൾ ഈ 2 കുട്ടികളോടും അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രതിനിധികളോടും ഈ സർക്കാർ BJPയുടെ ഭാഗത്തുള്ള JP നദ്ദയും അതുപോലെ ജിതേന്ദ്ര സിംഗും പറഞ്ഞത് കുട്ടി മരണപ്പെട്ട അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബത്തിന് പാരിതോഷികം അല്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കാം, നിങ്ങളുടെ പേരിൽ എടുത്തിട്ടുള്ള എല്ലാ കേസുകളും നമുക്ക് പിൻവലിക്കാം. അത് തത്വത്തിൽ ധാരണയായിരിക്കുന്നു. അപ്പോൾ 3ാമത്തെ അല്ലെങ്കിൽ 1ാമത്തെ ആവശ്യം എന്ന് പറയുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നുള്ളതാണ്. അത് ഇങ്ങനെ ഈ 4 പേര് മാത്രം, അതായത് ഈ നദ്ദയും അതുപോലെ ജിതേന്ദ്ര സിംഗും ഈ അശുതോഷ് റാങ്കിയും അതുപോലെ സൗരവ് ദാസും ഒരുമിച്ച് എടുക്കേണ്ട ഒരു തീരുമാനമല്ല, BJPയുടെ ആഭ്യന്തര പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ പോകേണ്ടതുണ്ട്. അതിനുവേണ്ടി നാളെ ഉച്ചവരെ ഒരു സമയം നീട്ടി ചോദിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ തീരുമാനം എന്താണെന്നുള്ളത് നാളെ ഉച്ചയോടുകൂടി അറിയിക്കാം. ബാക്കി 2 കാര്യങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥി നേതാക്കളെ അറിയിച്ചത്. എന്നാൽ ഈ വിദ്യാർത്ഥി സമൂഹം CJP മുന്നോട്ട് വച്ചതിൻ്റെ പരമപ്രധാനമായ ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞത് ഈ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബാക്കി 2 കാര്യങ്ങൾ അംഗീകരിച്ച് ഇവർ ചർച്ച കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. അപ്പോൾ വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കം പറഞ്ഞ കാര്യം,
ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, ആ കാര്യത്തിൽ കുറഞ്ഞൊരു സമവായമില്ല. അത് തന്നെയാണ് ഈ വിദ്യാർത്ഥി നേതാക്കളും മാധ്യമങ്ങളൊക്കെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. പക്ഷേ ഈ വിഷയം പാർലമെൻറ്റിൽ ഉന്നയിക്കാമെന്ന് ഗൗരവതരമായൊരു വിഷയം തന്നെയാണ്. ഇതുപോലുള്ള ഇനി ക്രമക്കേടുകൾ മേലിലില്ലാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ അത്തരം നടപടികളെല്ലാം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കുമെന്നും മേലാൽ ഇത്തരം വിഷയങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ, അങ്ങനെ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ നഷ്ടപരിഹാരം അവരുടെ പക്കൽ നിന്നും ഈടാക്കും. അങ്ങനെ ഈ പ്രശ്നം നമുക്ക് രമ്യമായ രീതിയിൽ അതിനൊരു പരിഹാരം കാണാമെന്നുള്ള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇവരൊരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഈ പ്രശ്നം ഏത് വിധേനയെങ്കിലും പരിഹരിക്കാനായിട്ട് BJP കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ലോക്സഭ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി അടക്കമുള്ള, എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഇപ്പോൾ ഈ സമരം ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ സമരത്തിന് മറ്റൊരു മാനം കൈവരുന്നു. പണ്ട് നടന്ന കർഷക സമരം പോലെ സർക്കാരിനെ വെട്ടിലാക്കുന്നൊരു സമരമായി ഇത് മാറുകയാണെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു മാറും. BJPയെ സംബന്ധിച്ച് ഇപ്പോൾ മറ്റൊരു അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയ അയോധ്യ രാമക്ഷേത്രത്തിൽ നടന്ന ഭണ്ഡാരക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നാണം കെട്ട് നാറി നിൽക്കുന്നൊരവസ്ഥയാണ്. BJPയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് കൊണ്ടുവന്നൊരു സംഭവമാണത്. അപ്പോൾ ആ വിഷയത്തിൽ ഇത്രത്തോളം സമൂഹത്തിന് മുമ്പിൽ വിവസ്ത്രരായി നിൽക്കുന്നൊരവസ്ഥയിൽ വീണ്ടും ഈ ഒരു വിഷയം കൂടി പൊങ്ങി വരുമ്പോൾ അതിന് പ്രതിപക്ഷ കക്ഷികളുടേത് അടക്കമുള്ള പിന്തുണയുണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായും ഇന്നിപ്പോൾ 26 ദിവസത്തിലേക്ക് നീളുന്ന ഈ സമരം ഏതു വിധേനയും സർക്കാർ അടിച്ചൊതുക്കാതെ വിദ്യാർത്ഥി സമൂഹവുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നില്ലെങ്കിൽ അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയാകും. എനിക്ക് തോന്നുന്നു ഇത് മോദിക്ക് പറ്റിയ വലിയൊരു തന്ത്രപ്പഴവ് തന്നെ. കാരണം ഈ പറഞ്ഞ പോലെ മണിപ്പൂരിൽ കലാപം നടന്നപ്പം ഏകദേശം 3-4 മാസം കഴിഞ്ഞതിന് ശേഷമാണ് മോദി ഈ പറഞ്ഞ പോലെ ഒരു അപ്പോഴും അദ്ദേഹം കൂടിക്കാഴ്ച വന്നിട്ടില്ല, മൻ കി ബാത്തിലൂടെ ഒരു പ്രസ്താവന ഇറക്കി അദ്ദേഹം തടിയൂരുന്നത്. സെയിം സാധനം തന്നെ കാശ്മീരിലെ വിഷയം വന്നപ്പോൾ കാശ്മീരിൽ നമുക്ക് ഏകദേശം 541 ദിവസത്തോളം ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാണ്ടിരുന്ന ഒരു എന്താ പറയുക സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്തിലെ ഏറ്റവും വലിയ കറുത്ത ദിനങ്ങളായിരുന്നു കാശ്മീരിൽ നടന്നത്. ഏകദേശം 541 ദിവസത്തോളം അവിടെ ഇൻ്റർനെറ്റ് ഇല്ലാണ്ടിരുന്നു. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് മോദി എന്തെങ്കിലും ഒരു കാര്യം മിണ്ടിയത് തന്നെ. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് മോദിക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് ഇതെല്ലാം കയ്യിൽ നിന്നും പോവുകയാണെന്നുള്ളത്. പിന്നെ എന്തുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ വിടുന്നില്ല എന്ന് ചോദിച്ചാൽ വിട്ടു കഴിഞ്ഞാൽ അത് BJP ഒന്നടങ്ക് കുലിക്കുന്നൊരു സംഭവം. കാരണം ധർമ്മേന്ദ്ര പ്രധാൻ മാത്രമല്ല ആരോപണം വരുന്നത്, നിർമ്മല സീതാരാമനെതിരെ വലിയ തരത്തിലുള്ള ആരോപണമുണ്ട്. ഈ പറഞ്ഞ പോലെ ഫിനാൻസുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് കാര്യങ്ങളല്ല, GDPയെ കൃത്യമായി കൺട്രോൾ ചെയ്യാൻ രൂപയുടെ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള പ്രത്യാരോപണം നടക്കുന്നുണ്ട്. അതുമാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നിതിൻ ഗഡ്കരിയുടെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ എണ്ണയിലുള്ള സാധനങ്ങളും അതുപോലെ തന്നെ റോഡിൻ്റെ കാര്യങ്ങൾ, പല റോഡുകളും NH റോഡുകളും പൊളിഞ്ഞ്, ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ നമ്മൾ പലവട്ടം കണ്ടത് മഴ പെയ്യുമ്പോൾ ഒരു സൈഡ് ഇടിഞ്ഞു പോകുന്നു. അദ്ദേഹത്തിനെതിരെ വലിയ തരത്തിലുള്ള അഴിമതി ആരോപണ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പം ഒരാളെ ഇതേപോലെ ഇവരുടെ സമരത്തിന് വഴങ്ങി മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കേണ്ട അവസ്ഥ വന്നാൽ അടുത്ത ആവശ്യം വരുന്നത് ഈ പറഞ്ഞ പോലെ നിതിൻ ഗഡ്കരി ആയിരിക്കും. അതിന് തൊട്ട് പിരിഞ്ഞാൽ നിർമ്മല സീതാരാമൻ്റെ വരും. അങ്ങനെ ഘട്ടമായിട്ട് ഒരു പടി നേതാക്കന്മാരുടെ സ്ഥാനം പോകും എന്നുള്ളതാണ്. അപ്പം ഒരാൾക്ക് വഴങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാവരെയും ബാധിക്കുന്ന രീതിയിലോട്ട് പോകും. അത് മോദിക്ക് ഏൽക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി ഇതായിരിക്കും. അതുകൊണ്ടായിരിക്കും ഒരു പരിധിവരെ മോദി ഈ വിഷയം ബന്ധപ്പെട്ട് ആ ഒരു കോണിലോട്ട് ഇതുവരെ നീങ്ങാത്തത്. അല്ല, ഇപ്പോൾ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം കൈകാര്യം ചെയ്ത, അതായത് ഒരു അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. അതിൽ പക്വതക്കുറവ് അല്ലെങ്കിൽ പാകതക്കുറവ് പറ്റിയിട്ടുണ്ടെന്നുള്ള യാതൊരു സംശയമില്ല. കാരണം ഈ കുട്ടികൾ ഇങ്ങനെ ഒരു പ്രശ്നമായിട്ട് അവിടെ ജന്തർ മന്ദിറിൽ ഇങ്ങനെ സമരം ചെയ്യുന്ന സമയത്ത് കൃത്യമായി അവരുടെ പ്രതിനിധികളെ ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയോ എന്താണ് വിഷയം എന്ന് ചോദിച്ച് മനസ്സിലാക്കാനോ ശ്രമിക്കുക. അതായത് ഇത്രത്തോളം വലിയ ഇപ്പോൾ ഈ വാങ്ചുങ്ങൊക്കെ അതിലേക്ക് വരുന്നതൊക്കെ തടയാൻ സാധിക്കുമായിരുന്നു തീർച്ചയായും. ഇത്രയും വലിയൊരു കോലാഹലത്തിലേക്ക് അത് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ നമ്മളുടെ രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ എന്നതുപോലെ ഒരു വിദ്യാഭ്യാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ പറ്റിയൊരു ക്രമക്കേട്, അതായത് ഈ ചോദ്യപേപ്പർ അടിച്ചു ബന്ധവസ്ഥായിട്ട് ഓരോ പരീക്ഷ സെൻറ്ററിൽ എത്തിച്ചു. ഞാൻ മനസ്സിലാക്കി തുടർന്ന് ഫരീദാബാദിലെ ഒരു സെൻറ്ററിൽ നിന്നാണത് ചോർന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ആ മന്ത്രിയെ തലസ്ഥാനത്ത് നിന്നും മാറ്റിക്കൊണ്ടൊരു അന്വേഷണം പ്രഖ്യാപിക്കുകയോ അല്ല എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കുകയൊക്കെയാണ് വേണ്ടത്. കാരണം എപ്പോഴും യുവതയാണ് ഇനി രാഷ്ട്രത്തെ നയിക്കേണ്ടതെന്ന് പലവട്ടം പല മാധ്യമങ്ങളിൽ പറഞ്ഞിട്ടുള്ള മോദി ഈ അടുത്ത കാലത്ത് ശ്രീഹരിക്കോട്ടയിൽ നിന്നും കുട്ടികൾ സ്വന്തമായി കണ്ടെത്തിയ ഒരു
വിദ്യയിലൂടെ അവിടെ നിന്നിട്ട് സാറ്റലൈറ്റ് അവർ വിക്ഷേപിക്കുകയുണ്ടായി. അപ്പോൾ അതിനെയൊക്കെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിച്ച നരേന്ദ്രമോദി യുവാക്കളാണ് രാഷ്ട്രത്തിൻ്റെ പ്രതീക്ഷ എന്നൊക്കെ പറയുന്ന ആ മോദി തന്നെയാണ് ഒരു പറ്റം യുവാക്കൾ ജന്തർ മന്ദിറിൽ സമരം ചെയ്യുമ്പോൾ പോലീസിൻ്റെ അടിയേറ്റ് കുട്ടികളോട് വീഴുന്ന അതിന് സാക്ഷ്യം വഹിക്കുന്നത്. പല കുട്ടികളും ഇപ്പോൾ ICUവിൽ പ്രവേശിച്ചിരിക്കുന്ന കുട്ടികൾ പലരിലും കോമ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് എന്താണെന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്ത് തന്നെയായാലും വിദ്യാർത്ഥി സമൂഹം ഇത്തരം ഒരു സമരം നടത്തുമ്പോൾ അത് തുടക്കത്തിൽ തന്നെ അവരെ വിളിച്ചു വരുത്തി അവരുടെ വിഷയങ്ങൾ എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് മർക്കടമുഷ്ടി കാണിക്കാതെ അത് സമവായത്തിൽ എത്തിക്കേണ്ടത്, സമരസപ്പെടേണ്ടത് ഉത്തരവാദിത്വ ബോധമുള്ളൊരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ട തീരുമാനം തന്നെയായിരുന്നു. നരേന്ദ്രമോദി അത് ചെയ്യേണ്ടതായിരുന്നു. നരേന്ദ്രമോദി സർക്കാർ അത് ചെയ്യേണ്ടതായിരുന്നു. തീർച്ചയായും ഇവിടെ ഒരു ഈഗോ വെടിഞ്ഞ് അതിലേക്ക് ഇപ്പോഴും സർക്കാരിന് ഇറങ്ങി വരാൻ സാധിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കും. പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ടത് തന്നെയാണ്. നീറ്റ് പരീക്ഷയിൽ തുടർച്ചയായി ഉണ്ടായിട്ടുള്ള ക്രമക്കേടുകൾ രാജ്യത്ത്, ഇന്ത്യയെ മൊത്തത്തിലത് ബാധിച്ചിട്ടുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുട്ടികൾ ആശങ്കയോടുകൂടി നോക്കിക്കാണുന്ന അവസ്ഥാവിശേഷം ഒരു കാരണവശാലും നിലനിന്ന് പോകാൻ പാടില്ല. തീർച്ചയായും അതിന് പരിഹാരം കാണണം. നരേന്ദ്രമോദി സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ അതിലൊരു ഈഗോ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് മാറണം. കുട്ടികൾ ഇപ്പോൾ ഈ രണ്ട് പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയാൽ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം. അവിടെ മർക്കടമുഷ്ടി പാടില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്.